അജ്ഞാനം എപ്പോൾ അകലുന്നുവോ അപ്പോൾ മോക്ഷമായി. അതിന് ഭാഗവതത്തിൽ മഹാത്മ്യത്തിൽ 3 പേരുടെ കഥയാണ് പറഞ്ഞു തുടങ്ങിയത്. ഭക്തി, ജ്ഞാന, വൈരാഗ്യം. ഭക്തി എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ഈശ്വരഭജനം ചെയ്തു പോകുന്ന അവസ്ഥ. സമർപ്പിതാചാരത തത് വിസ്മരണേ പരമവ്യാകുലത ഇതി ഭക്തി എന്നാ പറയാ. സമർപ്പിതാചാരത, നമ്മള് രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, നാമം ജപിക്കുന്നു, അത് കഴിഞ്ഞ് കുറച്ച് പൂവുമായിട്ട് നേരെ ക്ഷേത്രത്തിൽ വരുന്നു, ആ ദേവന് അല്ലെ ദേവിക്ക് സമർപ്പിക്കണം. ഇങ്ങനെ 10 ദിവസം നമ്മൾ ചെയ്തു. 11ാം ദിവസം നമുക്ക് സാധിച്ചില്ല. എന്തെങ്കിലും വിഷമം ഉണ്ടാവാറുണ്ടോ? 10 ദിവസം അടുപ്പിച്ച് നമ്മൾ പൂ കൊണ്ട് കൊടുത്തു ദേവനെ. 11ാം ദിവസം നമ്മളെ കൊണ്ട് പറ്റിയില്ല. അപ്പോ അങ്ങേയറ്റം വിഷമം ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ദേവനോട് ഭക്തിയുണ്ട് എന്നർത്ഥം. ഇല്ലെങ്കിൽ ഈ കാണിച്ചതൊക്കെ ഒരു ഗോഷ്ഠിയാണ് എന്നർത്ഥം. വായു ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല. ഒരു സെക്കൻഡ് വായു ഒന്ന് കിട്ടാണ്ട് വന്നാൽ അപ്പം പിടയ്ക്കുന്നുണ്ട്. അതേപോലെയാവണം ഈശ്വരനെ ഭജിക്കാൻ പുറപ്പെടുമ്പോൾ. ഒരു ദിവസം ഭജിക്കാൻ പറ്റാണ്ട് വന്നാൽ അങ്ങേയറ്റം വിഷമമുണ്ടായിട്ട് കണ്ണിൽ കൂടെ ധാരധാരയായിട്ട് ഒഴുകണം. അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. മറ്റൊക്കെ വെറും കാപട്യമാണ്. പ്രഹ്ലാദന്റെ മുമ്പിൽ ഭഗവാൻ നരസിംഹമായിട്ട് പ്രത്യക്ഷപ്പെട്ടു, ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചു. അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, പ്രഹ്ലാദ ഭദ്രഭദ്രം ദേ പ്രീതോഹം ദേ സുരോസ്തമ വരം ഗണേശ്വാഭിമതം കാമപൂരസ്നേഹം നൃണാം. പ്രഹ്ലാദ, ഭദ്ര സന്തോഷമായി, എന്താ വരം വേണ്ടേ ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറയാണ്, മാമാം പ്രലോഭയേഭക്ത്യാസക്തം കാമേഷു ദൈവരൈഹി. എന്റെ ഭഗവാനെ, വരം വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറയാൻ പറ്റണമേന്ന്, എന്നെ പ്രലോഭിപ്പിക്കരുതേന്ന്. അങ്ങനെ ഞാനിപ്പോൾ നാമം ജപിച്ചു, അതിന് പകരമായിട്ടാണ് വരം തന്നാൽ വണി യഥാ എന്ന് പറഞ്ഞു. കച്ചവടം പോലെയല്ലേ. നമ്മളൊരു കടയിൽ ചെന്നു, ഒരു പൈസ കൊടുത്തു, സാധനം വാങ്ങിച്ചു, അതിനെ കച്ചവടം എന്ന് പറയാം. ഇതുപോലല്ലേ ക്ഷേത്രത്തിൽ ചെന്ന് എന്തെങ്കിലും ഒന്ന് സമർപ്പിച്ചിട്ട് പകരം എനിക്ക് ഇന്നത് സമർപ്പിച്ച് തരണം എന്ന് പറയുമ്പോൾ കച്ചവടമല്ലേ അവിടെ നടന്നതെന്നാണ്. അങ്ങനെ എനിക്ക് ഉണ്ടാവരുതേ എന്ന് പറയുന്നതാണ്. അതാണ് ഭക്തി. നിങ്ങൾ എന്ത് ഇപ്പോ ഭജന ഒരു ദിവസം കൂടെ നാമം ജപിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം എന്താ പ്രാർത്ഥിക്കുക? കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ നിസ്സൃത സ്വഭാവാൽ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഭഗവാനെ, കായേന ശരീരം കൊണ്ട് ചെയ്തതും, മനസ്സുകൊണ്ട് സങ്കല്പിച്ചതും, വാച വാക്കുകൊണ്ട് പറഞ്ഞതും, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്തതും, ബുദ്ധിയിൽ ഉറപ്പിച്ചതും, ആത്മാവിൽ കൽപ്പിച്ചതും എല്ലാം എന്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ഞാൻ ചെയ്തതെല്ലാം അങ്ങേക്കായി കൊണ്ട് സമർപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ വേണം എന്ന് പറയുന്നതല്ല ഭക്തി, സമർപ്പണമാണ് ഭക്തി എന്നർത്ഥം. ഷഷ്ഠസ്കന്ധത്തില് വൃത്രാസുരനോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വൃത്രാസുരൻ പറയുകയാണ്, നാഗപൃഷ്ഠം ന ച പാരമിഷ്ട്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീരഗുണർഭവം വാ സമഞ്ജസത്വാ വിരഹൈര്യകാംക്ഷേ. ഭഗവാനെ, എനിക്ക് നാഗപൃഷ്ഠം ന ച പാരമിഷ്ട്യം, എനിക്ക് ഇന്ദ്രപദവി വേണ്ട, ബ്രഹ്മാവിന്റെ പദവി വേണ്ട, രസാധിപത്യത്തിന്റെ അധിപത്യം എനിക്ക് വേണ്ട.
യോഗസിദ്ധികളൊന്നും എനിക്ക് ആവശ്യമില്ല. അഭിനർഭവം മോക്ഷവും വേണ്ട ഭഗവാനെ. പിന്നെ എന്താ വേണ്ടേ? ഒക്കെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറയുന്നതാണ്. വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല, ഒന്ന് കണ്ടാൽ മാത്രം മതി എന്ന്. എത്രമാത്രം ഉണ്ട് ഭക്തി. അജാതപക്ഷായ് ഇവ മാതരം ഖഗഃ സ്തന്യം യഥാ വത്സതരാ ക്ഷുധാർത്ഥ പ്രിയം പ്രിയേവ വ്യുഷിതം വിഷണ്ണാ മനോരവിന്ദാക്ഷ ദിദൃക്ഷതേ ത്വാം. അജാതപക്ഷ ഇവ മാതരം. ചെറുകുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ തന്റെ അമ്മയെ വിളിച്ച് കരയുന്നത്, അതുപോലെ എനിക്ക് അങ്ങേ ഭക്തിയുണ്ട്. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, ചെറു മുളച്ച് കഴിയുമ്പോൾ വിളി നിർത്തുമല്ലോ. വിശപ്പ് സഹിക്കാൻ പറ്റാത്ത പശുക്കുട്ടികൾ എങ്ങനെയാണോ സ്വന്തം അമ്മയെ വിളിച്ച് കരയുന്നത്, അതുപോലെ. അപ്പോഴും അദ്ദേഹം ചിന്തിച്ചു, വിശപ്പ് മാറിക്കഴിയുമ്പോൾ പശുക്കുട്ടികൾ കരച്ചിൽ നിൽക്കുമല്ലോ. പ്രിയം പ്രിയേവ വ്യുഷിതം വിഷണ്ണാ. ദൂരദേശത്ത് പോയിരിക്കുന്ന ഭർത്താവിനെ ഓർത്ത് പതിവ്രതയായിരിക്കുന്ന ഭാര്യ എങ്ങനെയാണോ വിഷമിച്ച് കുടുംബത്തിൽ കഴിയുന്നത്, അതുപോലെ അങ്ങേ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൂരദേശത്ത് നിന്ന് വന്ന ഭർത്താവ് വന്നാലും ആ ആധിപത്യമുള്ള സ്ത്രീയുടെ ആ വിരഹവേദന മാറില്ല എന്ന് പറയുന്നത്. ഇതേപോലെ ഭഗവാനിൽ എനിക്ക് ഭക്തിയുണ്ട് എന്നാണ്. ഇതാണ് ഭക്തി. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ വണിക്കതാണ്, കച്ചവടമാണ്. എന്തെങ്കിലും ഒന്ന് നാമം കഴിച്ചാൽ എനിക്ക് ഇന്നത് വേണം, എന്തെങ്കിലും ഒന്ന് പുഷ്പാഞ്ജലി കഴിച്ചാൽ എനിക്ക് ഇന്നത് വേണം. ഇതൊക്കെയാണ് നമ്മുടെ എല്ലാവരും ഇരിക്കുന്നത്. അതൊക്കെ കച്ചവടത്തിന് അത് മാറിയിട്ട് എനിക്കൊന്നും വേണ്ട, എനിക്കൊന്ന് ഭഗവാൻ അറിഞ്ഞൂടെ എനിക്ക് എന്താ വേണ്ടതെന്ന്. ഞാൻ പറയണോ ഭഗവാനോട്? ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരാദികളെ ചെയ്യുന്ന ആ ഈശ്വരനോട് ഞാൻ പറയണോ എനിക്ക് ഇന്നതാവേണ്ടതെന്ന്? ഈശ്വരാണ് ഈ ലോകം മുഴുവൻ ഈശ്വരന്റെയാണ്. ആ ഈശ്വരന്റെ വസ്തു തന്നെ എടുത്ത് ഈശ്വരനെ സമർപ്പിച്ചിട്ടാണ് നമ്മൾ ഭഗവാനോട് പറയുന്നത്. ഈ ലോകത്ത് മുഴുവനും സ്വയം പ്രകാശനായിട്ടിരുന്ന് നമുക്കൊക്കെ പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്ന ഈശ്വരന് നമ്മൾ ഒരു കുട്ടി എണ്ണ കൊടുത്തിട്ട് വേണോ പ്രകാശത്തിരിക്കാൻ? ഈ ലോകത്തെ മുഴുവനും അന്നത്തെ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഈശ്വരന് നമ്മൾ ഒരുമിച്ച് അൽപായസം കൊടുത്തിട്ട് വേണോ പട്ടിണി മാറാൻ? അപ്പൊ അതൊന്നുമല്ല ഭക്തി. നിഷ്കളങ്കമായിട്ട് ഭഗവാനെ ഭജിക്കലാണ് ഭക്തി. അതാണ് സപ്താഹം കൊണ്ട് നേടിയെടുക്കേണ്ടതെന്ന്. ആ വിധം ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ സന്തോഷിക്കൂ. ഭക്താകം ഏകയാ ഗ്രാഹ്യാണ് ഏകാദശ സ്കന്ധം പറയുന്നത്. ഭക്തി കൊണ്ട് മാത്രമേ എന്നെ കാണാൻ പറ്റൂ. ഭക്താകം ഏകയാ ഗ്രാഹ്യ. വേറൊരൊറ്റ മാർഗത്തിലും എന്നെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഭക്തി മതി. വേറൊന്നും എനിക്ക് ആവശ്യമില്ല, വേറൊന്നും എനിക്ക് ആവശ്യമില്ല, ഭക്തി മാത്രം മതി എന്ന് പറയാൻ പറ്റണം. ഭാഗവതത്തില് ആദ്യം ഭാഗവതം തുടങ്ങുമ്പോൾ സംസാര സാഗരേ മഗ്നം ദീനമാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാം ഉദ്ധര ഭവാർണാൾ എന്നാണ് കാണുന്നത്. എന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് ഉദ്ധരിക്കണമെന്ന് ഭവാർണവാർണ. ഭാഗവതം തീരുന്ന ശ്ലോകം എന്താണെന്നറിയോ? ഭവേ ഭവേ യഥാഭക്തി. ഞാൻ എത്ര ജന്മം വേണമെങ്കിലും ഈ ഭവാർണവത്തിൽ കിടന്ന് അലഞ്ഞോളാം. ഭവേ ഭവേത്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. യഥാഭക്തി. പ്രഹ്ലാദന്റെ ഭക്തിയോ ധ്രുവന്റെ ഭക്തിയോ കുന്തിയുടെ ഭക്തിയോ ഭീഷ്മരുടെ ഭക്തിയോ നചികേതസിന്റെ ഭക്തിയോ പ്രജേതക്കളുടെ ഭക്തിയോ അല്ലെങ്കിൽ വസുദേവയുടെ ഏതെങ്കിലും ഒരാളുടെ ഭക്തി എനിക്കുണ്ടായിരിക്കണം എന്നാണ്. ഭവേ ഭവേ യഥാ ഭക്തി പാദയോ തവ ജായതേ. അങ്ങയുടെ പാദത്തിൽ ഉണ്ടായിരിക്കണം.
അപ്പോൾ നമ്മളൊക്കെ രാവിലെ എണീക്കുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, രാത്രി കിടന്നുറങ്ങുന്നു. ആ ഉറക്കത്തിൽ തന്റെ ജീവൻ പുറത്തേക്ക് പോയി എന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മരണം എന്ന് പറയുന്നത്, ഉറക്കം എന്ന് പറയുന്നത് മരണത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ്. നമ്മുടെ പൂർണ്ണ സുഷുപ്തിയില് ഒന്നും അറിയുന്നില്ല. ബന്ധുക്കളില്ല, ഭാര്യയില്ല, മക്കളില്ല, ഞാനില്ല, നീയില്ല, ഈശ്വരനില്ല, ഒന്നുമില്ല. പൂർണ്ണ ഉറക്കത്തിൽ ആ സമയത്ത് ജീവൻ പുറത്തേക്ക് പോയി എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? ഇത് അപ്പം മരണത്തിന്റെ ചെറിയ പതിപ്പാണ് ഉറക്കം. അതിൽ നിന്ന് ഉണരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നർത്ഥം. അതിനാണ് ഭാഗവതത്തിന്റെ ആവശ്യകത എന്ന് അറിഞ്ഞുകൊള്ളുന്നത്. അപ്പോൾ ഭഗവാനെ അറിയാനുള്ളതാണ് ഈ ഭാഗവതം. അത് നിരന്തരം വേണമെന്നാണ്. ഭാഗവത മഹാത്മ്യം സനൽകുമാർ പറഞ്ഞപ്പോൾ 2 പദം കൊണ്ടാണ് മഹാത്മ്യം പറയുന്നത്. സദാ സേവ്യ, സദാ സേവ്യ, സദാ സേവിക്കൂ, സദാ സേവിക്കൂ ഭാഗവതത്തെ. ഇതിനെ നിരന്തരം കുടിക്കൂ. ഭാഗവതം എന്നാ പറഞ്ഞത്, കുടിക്കൂ എന്നാ പറഞ്ഞത്. ഭാഗവതത്തെ ചെവി കൊണ്ട് കുടിക്കണം, എന്നിട്ടുള്ളിലേക്ക് ആക്കണം. ബ്രഹ്മാവ് സൃഷ്ടിച്ചപ്പോ 3 അബദ്ധം പറ്റും. ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽ ഞാൻ കണ്ടുപിടിച്ചതാണ്. ഒന്ന്, കരിമ്പിന് ഫലം വെച്ചില്ല. എല്ലാ വൃക്ഷങ്ങളുടെയും സ്വാദറിയുന്നത് അതിന്റെ ഫലത്തിലൂടെയാണ്. കരിമ്പിൽ ഒരു ഫലം വെച്ചിരുന്നെങ്കിൽ എത്ര സ്വാദിഷ്ടമായേനെ. അത് ബ്രഹ്മാവ് വിട്ടുപോയി. ചന്ദനമരത്തിന് പൂ വെച്ചില്ല. എല്ലാ സസ്യജാലങ്ങളുടെയും സുഗന്ധം അറിയുന്നത് എതിരെയാണ്, അതിന്റെ പൂവിലൂടെയാണ്. ചന്ദനമരത്തിന് ഒരു പൂ വെച്ചിരുന്നെങ്കിൽ എത്ര സുഗന്ധം അത് പരത്തിയേനെ. അതും ബ്രഹ്മാവ് വിട്ടുപോയി. പിന്നെയുള്ള ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്നറിയാവോ? മനുഷ്യന് ചെവി നേരെ നേരെ ഫിക്സ് ചെയ്തു എന്നുള്ളതാണ്. ഇതിലെ അത് പോകുള്ളൂ. കുറച്ചൊന്ന് ഇറക്കി വെച്ചിരുന്നെങ്കിൽ കുറച്ച് എങ്കിലും ആൾക്കോടെ കയറി ഇറങ്ങിപ്പോയേ. ഈ പറയുന്നതൊക്കെ വെറുതെ കേൾക്കുക മാത്രമേ ഉള്ളൂ എന്ന് നന്നായിട്ട് അറിയാം. ഇതൊക്കെ ഉള്ളിൽ ഭാഗവതം 2ാമത്തെ സപ്താഹം ഗോകർണം നടത്തിയപ്പോൾ ദുന്ദുകാരിക്ക് വേണ്ടിയിട്ടാണ് 2ാമത്തെ സപ്താഹം. 1ാമത്തെ സപ്താഹം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, 2ാമത്തെ സപ്താഹം ദുന്ദുകാരിക്ക് വേണ്ടിയിട്ട്. ദുന്ദുകാരി സപ്താഹം നടത്തിയ ദുന്ദുകാരി 7ാം ദിവസം മോക്ഷം പ്രാപിച്ചപ്പോൾ പോകാൻ തുടങ്ങിയ വിമാനം തടഞ്ഞു നിർത്തി ഗോകർണവാസി. എന്നിട്ട് ചോദിച്ചു, അത് എന്ത് പരിപാടിയാണ്? ഭേദബുദ്ധി അങ്ങ് കാണിക്കരുത്. കാരണം എത്രയോ ആൾക്കാർ ഇവിടെ സപ്താഹം കേട്ടു. ഇവർക്കൊന്നും മോക്ഷം കൊടുക്കാതെ ഈ ഒരാൾക്ക് മാത്രം കൊടുത്ത് എന്താ ചോദിച്ചപ്പോൾ പറയുകയാണ്, എല്ലാരും കേട്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ആരും മനനം ചെയ്തില്ല. കേൾക്കുന്നത് മനനം കൂടെ ചെയ്യണം, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ചിന്തിക്കണം. ചിന്തായാശ്ച ചിതായാശ്ച ബിന്ദു മാത്രം വിശിഷ്യതേ. ചിന്ത എന്നെഴുതുമ്പോഴും ചിത എന്നെഴുതുമ്പോഴും ഒരു 0 മാത്രമേ വ്യത്യാസമുണ്ട്. ചിത എന്താ ചെയ്യേണ്ടത്? നിർജീവം, ജഡമായിട്ടുള്ളതിനെ ദഹിപ്പിച്ച് കളയുക ചെയ്യാം. ചിന്തയോ ജീവിതം, തന്റെ ജീവിതത്തെ തന്നെ രക്ഷിക്കാൻ പറ്റും. തവ ആലോചന എന്ന് പറയാ. തപസ് എന്താണ്? ആലോചന. നിരന്തരമായിട്ട് ആലോചിക്കണം. ഇത് അങ്ങനെയുള്ള ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഒരു സപ്താഹം പോട്ടോ 1000 സപ്താഹം കഴിഞ്ഞാലും നമുക്ക് ഗതി കിട്ടില്ല. കാരണം വേണ്ട വിധത്തിൽ ആരും കേൾക്കണില്ല എന്നൊക്കെ. അപ്പൊ ഭാഗവത മഹാത്മ്യം പറയണത് എന്തിനാണ്? ഇത് വേണ്ട വിധത്തിൽ കേൾക്കണം, വേണ്ട വിധത്തിൽ അറിയണം. അപ്പോൾ മാത്രമേ നമുക്ക് ശ്രേയസ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവരും ആ ഭാഗവതത്തെ വേണ്ട വിധത്തിൽ അറിയാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരേ നാരായണ.